അപ്പോൾ മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഒരു കൺസേൺ, മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ഈ ഭാഗത്ത് ഉള്ളത്. മാർക്സ് തന്നെ പറയുന്ന ഒരു കാര്യം, മാൻ സീസ് ഹിംസെൽഫ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിംസെൽഫ് എന്നാണ്. അതിലൊരു സെൻറ്റൻസ് തന്നെ അങ്ങനെയാണ്. മനുഷ്യൻ അവരെ കാണുന്നത് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകത്തിൻ്റെ ഉള്ളിലാണ്, മൃഗത്തിനെ പോലെയല്ല അത്. ഓക്കെ, ഞാൻ ജീവിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകത്താണ്. ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കിയ അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും വസ്തുക്കളുടെയും ഇടയിലാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. ഓക്കെ, സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിലെ ഒരു 6-7 പേജ് അല്ലേ എൻസ്ട്രെയിൻഡ് ലേബർ എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഏലിയനേറ്റഡ് ലേബർ എന്നും പറയും. രണ്ട് വാക്കും മാർക്സ് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രേഞ്ച്ഡ് ലേബർ എന്നാണെങ്കിലും അതിൽ കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത് ഏലിയനേറ്റഡ് ലേബർ എന്നാണ്. അന്യവൽക്കരിക്കപ്പെട്ട എന്ന് മലയാളത്തിൽ വേണേൽ പറയാം. അന്യവൽകൃതമായ അധ്വാനം എന്നോ നിസാർ ഉപയോഗിച്ചിട്ടുള്ള അകറ്റപ്പെട്ട അധ്വാനം എന്നൊക്കെ പറയാവുന്ന. ഏലിയൻ എന്നുള്ള വാക്ക് അപരിചിതമാവുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനുള്ളത്. എസ്ട്രേഞ്ച് എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള മാർക്സിൻ്റെ ഒരു നോട്ടാണ് സത്യത്തിൽ ഇത്. ഈ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് ഏതാണ്ട് ഒരു 100 പേജോളം വരുന്ന, ഒരു 80-85 പേജ് വരുന്ന കുത്തിക്കുറിച്ച കുറച്ച് നോട്ടുകളാണ്. മാനുസ്ക്രിപ്റ്റ്സ് എന്നുള്ള പേരിൽ തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത് 1843, 1843, 4, 5 ഈ 3 വർഷങ്ങൾ മാർക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള വർഷങ്ങളാണ്. പ്രധാനപ്പെട്ട 2-3 അല്ല, ഹോളി ഫാമിലി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് പബ്ലിഷ് ചെയ്യല്ല, എഴുതിയത് ആ വർഷമാണ്, 44-ലാണ്. അതുപോലെ തിസിസ് ഓൺ ഫോയർബാഗ് എഴുതുന്നത് 1845-ലാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കാലഗണന വെച്ച് നോക്കുകയാണെങ്കിൽ 45-ലാണ്. അത് ഉറപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം ആ ഒരു കാലഘട്ടത്തിൽ മാർക്സിൻ്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകളും നാടുകടത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ആ സമയത്ത് എപ്പോഴോ എഴുതിയിട്ടുള്ള, ബെൽജിയത്തിൽ വെച്ച് എഴുതിയിട്ടുള്ളതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ബ്രസൽസിൽ വെച്ച് എഴുതിയിട്ടുള്ള ഒന്നാണ് ഫോയർബാഗ് തെസിസുകൾ. അതിന് തൊട്ട് മുമ്പായിട്ടാണ് ജൂയിഷ് ക്വസ്റ്റ്യനും എഴുതുന്നത്. അപ്പോൾ 1843, 44, 45 ഈ വർഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറേ എഴുത്തുകൾ മാർക്സിൻ്റെതായിട്ട് കാണുന്നുണ്ട്. ഇതൊന്നും പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ച് എഴുതിയതാവാം ചിലപ്പോൾ. ഈ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് നിങ്ങൾ ഒരുവിധം പേരൊക്കെ വായിച്ചിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ചില സെൻറ്റൻസസ് ഒക്കെ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട്, അബ്രപ്റ്റായിട്ട് അത് എൻഡ് ചെയ്യുന്നുണ്ട്. ചിലത് ബ്രാക്കറ്റിൽ ചില കുറിപ്പുകൾ കൊടുക്കുന്നുണ്ട്, ചിലത് പിന്നീട് വ്യക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള രീതിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത കുറച്ച് നോട്ടുകളാണ്
ഈ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ്. അതിൽ ആറ് പേജാണ് നമ്മൾ വായിക്കാൻ എടുത്തിട്ടുള്ള റീഡിങ് മെറ്റീരിയലായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ കുറിപ്പുകളിൽ പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏലിയനേഷൻ എന്ന് പറയുന്ന അന്യവൽക്കരണം. തൽക്കാലം നമുക്ക് അന്യവൽക്കരണം എന്ന് പറയാം. അന്യവൽക്കരണം എന്നാണ് പൊതുവേ പല പരിഭാഷകളിലും ഉപയോഗിച്ച് കാണുന്ന ഒരു വാക്ക് എന്നുള്ളതുകൊണ്ട് തൽക്കാലം അത് ഉപയോഗിക്കാം നമുക്ക്. അന്യമാക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിൽ തെറ്റുമില്ല. അത് പറയുന്നത് ഏലിയൻ എന്നുള്ള അർത്ഥത്തിൽ അത് തെറ്റില്ല. ഏലിയനേഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ അതിൻ്റെ ഒരു ആമുഖത്തിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ തലക്കെട്ട് ഉചിതമാണ്. അത് മാർക്സ് ഇട്ട തലക്കെട്ടെന്നല്ല, ആരോ ഇട്ടിട്ടുള്ളതായിരിക്കും. ഒരുപക്ഷെ എംഗൽസോ എല്ലാം ഇട്ടിട്ടുള്ളതായിരിക്കും എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് എന്നുള്ളത്. കാരണം അതിൽ ഫിലോസോഫിക്കലും എക്കണോമിക് സാമ്പത്തികവും തത്വചിന്താപരവുമായ കുറിപ്പുകൾ ആണ്. രണ്ട് കാര്യങ്ങളും അതിലുണ്ട്. അപ്പം മാർക്സിൻ്റെ അതിനുശേഷമുള്ള വർക്കുകളിലൊന്നും ഫിലോസോഫിക്കലായിട്ടുള്ള റിഫ്ലക്ഷൻസ് അങ്ങനെ കാര്യമായിട്ട് കാണുന്നില്ല. നേരെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പിന്നീട് മാർക്സ് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു ഫിലോസോഫിക്കൽ തിങ്കിങ്, തത്വചിന്താപരമായ ചില വിശകലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് ഈ ആദ്യകാലത്തുള്ളത് മാർക്സിൻ്റെ ഡോക്ടറൽ തീസിസ് കഴിഞ്ഞ ഉടനെയാണ്, അധികം വൈകാതെയാണ് ഈ കുറിപ്പുകളൊക്കെ എഴുതുന്നത്. അപ്പം അതിൽ സാധാരണ പറയാനുള്ളതൊരു ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി ഇതിലുണ്ട്. നിങ്ങൾ വായിച്ചവർക്ക് അറിയാതെ, ഞാൻ വായിച്ചവരോടാണ് കൂടുതൽ സംസാരിക്കുന്നത്. കാരണം ആ ടെക്സ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ല. ഈ 6-7 പേജിൽ മാത്രം എന്നുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് വായിച്ചവർ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും തോന്നും. ഒന്ന് ഒരു വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു തത്വചിന്താപരമെന്നോ തത്വശാസ്ത്രപരം എന്നൊക്കെ പറയാവുന്ന വിശകലനങ്ങളല്ല ഇതിലുള്ളത്. ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു, അതായത് നരവംശാസ്ത്രം, പക്ഷെ ഫിലോസോഫിക്കലായിട്ട് അതിനൊരു കൺസെപ്ച്വൽ ഫിലോസോഫിക്കലായിട്ട് മനുഷ്യനെപ്പറ്റി, മനുഷ്യവംശത്തെപ്പറ്റിയെന്നോ മനുഷ്യരെ പറ്റിയെന്നോ മനുഷ്യജീവിയെ പറ്റിയൊക്കെയുള്ള ചില ആലോചനകൾ ഇതിൽ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജിയുടെ ഒരു ടെക്സ്റ്റായിട്ട് കാണാം ഈ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിനെ. അതിൽ പ്രധാനമായിട്ടുള്ള ഒരു 4 പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് ഒരു ചർച്ചയ്ക്കുള്ള ആമുഖമായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഒന്ന്, എന്താണ് ഈ അന്യവൽക്കരണം എന്ന് പറയുന്നത്, ഏലിയനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് പറയുന്ന കൂട്ടത്തിൽ മാർക്സ് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, അത് വായിച്ചവർക്കറിയാം. അതിൽ ആവർത്തിച്ച് വരുന്നൊരു വാക്ക് സ്പീഷീസ് എന്നുള്ളതാണ്. സ്പീഷീസ് ബീയിങ് എന്നുള്ളതാണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ജീവവർഗം എന്നുള്ള അർത്ഥത്തിലാണ് സ്പീഷീസ് നമ്മൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ എന്ന് പറയുന്ന ആ സ്പീഷീസിൻ്റെ സ്വഭാവം എന്താണ്, ഒരു ജീവവർഗ സ്വഭാവം എന്താണ് എന്നുള്ളതിനെപ്പറ്റി ഈ പറഞ്ഞ കുറിപ്പുകളിൽ, പ്രത്യേകിച്ചും ഈ 5-6 പേജുകളിൽ 6-7 പേജുകളിൽ കാര്യമായ ചില ആലോചനകൾ ആണ്. അത് പിൽക്കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആ സ്പീഷീസ് ബീയിങ് എന്താണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ മാർക്സ് പറയാം, അപ്പം ജീവവർഗ സ്വഭാവം എന്ന് വേണേൽ പറയാം. സ്പീഷീസ് ബീയിങ്ങിനെ ജീവവർഗ സ്വഭാവം എന്ന് നമുക്ക് തൽക്കാലത്തേക്ക് പരിഭാഷപ്പെടുത്താം. അപ്പം മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്താണ് എന്നുള്ളതാണ് ഒരു കൺസേൺ, മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ഈ ഭാഗത്ത് ഉള്ളത്. അതിൽ ആദ്യമായിട്ട് പറയേണ്ടത്, മനുഷ്യനെ
മാർക്സ് കാണുന്നത് ഒരു സ്പീഷീസ് ബീയിങ് ആയിട്ടാണ്. അത് സാധാരണ നമ്മൾ പറയാറുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും മാർക്സ് അതിന് പ്രത്യേക അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. മാൻ ഈസ് എ സ്പീഷീസ് ബീയിങ്. അതിൽ പേജ് നമ്പർ എനിക്ക് ഓർമ്മയില്ല, അതിൽ രണ്ടാമത്തെ മൂന്നാമത്തെ ഭാഗത്ത് തുടങ്ങുന്നത് തന്നെ മാൻ ഈസ് എ സ്പീഷീസ് ബീയിങ്. ഞാനത് ആ എഴുതിയത് വായിക്കാവുന്ന. Man is a species being not only because he adopts the species as his object, but because he treats himself as a universal and therefore a free being എന്നാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞതിന് ഞാൻ സമ്മറൈസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അത് ഇത്രയും കൂടി നീണ്ട സെൻറ്റൻസ് ആണ്. അതിൻ്റെ ഒരു ആശയം ഇതാണ്: മനുഷ്യരൊരു സ്പീഷീസ് ബീയിങ് ആണ്. എന്തുകൊണ്ടാണ് അത് സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത്? സ്പീഷീസ് ബീയിങ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ മനുഷ്യരെ മാത്രമല്ല, മറ്റ് ഏത് ജീവിയും ഒരു പറ്റമായിട്ട് ജീവിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. ഒരു വർഗമായിട്ട്, ഒരു ഗ്രൂപ്പായിട്ട്, ഒരു പറ്റമായിട്ട് ജീവിക്കുക. അതിനൊക്കെ വേണമെങ്കിൽ സ്പീഷീസ് എന്ന് പറയാം. അതൊരു സ്പീഷീസാണ്. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഈ സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത് മാർക്സ് അതിനെ കാണുന്നത് രണ്ടർത്ഥത്തിൽ ആണ്. ഒന്ന്, ഒരു പറ്റമായിട്ട് ജീവിക്കുന്ന ജീവി എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല മനുഷ്യൻ സ്പീഷീസ് ബീയിങ് ആവുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് ജീവിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. മാർക്സ് പറയുന്ന ഈ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്പീഷീസ് ബീയിങ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവി. ഓക്കെ, മനുഷ്യൻ എന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക എന്ന് വേണേൽ പറയാം, അല്ലേ? നിങ്ങൾ മനുഷ്യരാണ് എന്നുള്ള ധാരണയോടുകൂടി ജീവിക്കുക. ഇപ്പം വേറൊരു ജീവി ചിലപ്പോൾ അങ്ങനെ ജീവിക്കുന്നുണ്ടാവില്ല. ഒരു പൂച്ച ഞാൻ പൂച്ചയാണെന്നുള്ള ധാരണയോടെ ജീവിക്കുന്നുണ്ടാവില്ല. അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത് അതിൻ്റെ ആത്മബോധത്തിൽ തന്നെയുള്ള ഒരു സാധനമാണ്, അല്ലേ? ഞാൻ മനുഷ്യരാണ് എന്നുള്ള ധാരണയിലാണ്. അപ്പോൾ ഈ നമ്മൾ പറയാറില്ലേ മനുഷ്യാണാം മനുഷ്യത്വം എന്ന് നാരായണ ഗുരു പറയുന്ന പോലെ, ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു പ്രത്യേകത, ഒരു ഒബ്ജക്റ്റീവായിട്ട് മനുഷ്യരിൽ കാണുന്ന ഒരു പ്രത്യേകത എന്നുള്ളതിന് അപ്പുറത്ത് നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ മനുഷ്യരാണെന്നാണ്. അപ്പം അങ്ങനെ ഒരു ധാരണയോടെ ജീവിക്കുന്ന ഒരു ജീവി എന്നുള്ള അർത്ഥത്തിലാണ് ഒന്ന് സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഇപ്പം മാർക്സ് അത് ഏത് രീതിയിലാണത് വളരെ സൂക്ഷ്മമായിട്ട് അതിൻ്റെ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന ജീവികൾ മനുഷ്യരാണെന്നാണ് നമ്മൾ സാധാരണ ധരിക്കുന്ന ഒരു കാര്യം. ഒരു മൃഗം ഒരിക്കലും ഒരു മൃഗമാണെന്നുള്ള ധാരണയിൽ ജീവിക്കുന്നില്ല. അത് മൃഗമാണെന്ന് അതിനറിയില്ല. ചിലപ്പം ഒരു പൂച്ചയ്ക്ക് പൂച്ചയാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷെ നമ്മൾ മനുഷ്യരാണെന്ന് അറിയുന്നു. അപ്പോൾ ഒരു ബീയിങ്ങിൻ്റെ മാത്രം പ്രശ്നമല്ല, നോയിങ്ങിൻ്റെ പ്രശ്നം കൂടിയാണ്, അല്ലേ? ഒരു ബീയിങ് ഒരു അവസ്ഥയുടെ പ്രശ്നം മാത്രമല്ല, നോയിങ്ങും ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ബീയിങ്ങിൻ്റെയും നോയിങ്ങിൻ്റെയും ഒരു പ്രശ്നമാണ് ഈ സ്പീഷീസ് എന്ന് പറയുന്നത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. ഇത് വേണമെങ്കിൽ നമുക്ക് കുറേ വിശകലനം ചെയ്യാവുന്നൊരു കാര്യമാണ്. എങ്ങനെയാണ് ഈ സ്പീഷീസ് ബീയിങ്, മാൻ ഇസ് എ സ്പീഷീസ് ബീയിങ് എന്നുള്ള മാർക്സിൻ്റെ ഈ കാഴ്ചപ്പാടിനെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. പല രീതിയിൽ നോക്കാവുന്നതാണ്. അത് വായനയിൽ നിങ്ങൾ പലരും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അത് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. രണ്ടാമതൊരു കാര്യം, ഞാൻ നേരത്തെ വായിച്ച ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് യൂണിവേഴ്സാലിറ്റി എന്നുള്ളൊരു വാക്കും മറ്റൊന്ന് ഫ്രീഡം എന്നുള്ള വാക്കും. ഇത് രണ്ടും നമുക്കറിയാം വളരെ ലോഡഡ് ആയിട്ടുള്ള, ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും ഇത് രണ്ടും. അതുകൊണ്ട് തന്നെ മാർക്സ് യൂണിവേഴ്സാലിറ്റി എന്നുള്ളതിൻ്റെ പിന്നെ ഇറ്റാലിക്സിലാണ് ആ കുറിപ്പുകളിൽ കാണുന്നത്. മാർക്സിൻ്റെ എഴുത്തിൽ അത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് കാണുന്നത്. യൂണിവേഴ്സാലിറ്റി എന്നുള്ള വാക്കും ഫ്രീഡം എന്നുള്ള വാക്കും ഞാൻ നേരത്തെ വായിച്ച അതായത് ബട്ട് ബിക്കോസ് ഹി ട്രീറ്റ്സ് ഹിംസെൽഫ് ആസ് എ യൂണിവേഴ്സൽ ആൻഡ് ദെർഫോർ എ ഫ്രീ ബീയിങ് എന്നുള്ളതാണ്. ഇത് രണ്ട് എക്സ്പ്രഷൻസ് അവിടെ വരുന്നുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. മാർക്സിൻ്റെ ചിന്തയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് വാക്കുകളാണ്. മാത്രമല്ല ആസ് എ യൂണിവേഴ്സൽ ആൻഡ് ദെർഫോർ എന്നാണ്, ആൻഡ് ദെർഫോർ എ ഫ്രീ ബീയിങ് എന്നാണ്. മനുഷ്യരുടെ ബീയിങ്ങിൽ ഈ ഒരു സാർവത്രികത ഉണ്ട്. ആ സാർവത്രികത ഉള്ളതുകൊണ്ട് ദെർഫോർ എന്നാണ്, ഉള്ളതുകൊണ്ട്
ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ്. ഇതും വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രയോഗമാണ് മാർക്സ് അവിടെ നടത്തിയിട്ടുള്ളത്. നമുക്ക് മാർക്സ് എന്താ ഉദ്ദേശിച്ചതെന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമുക്കതിനെ ചെറിയ രീതിയിൽ നമ്മുടെ വായനയിലൂടെ വേണമെങ്കിൽ അതിനെ ചെറിയ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റും, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരർത്ഥം മാർക്സ് പറയുന്ന ഒരു അർത്ഥം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനത് എൻ്റേതായ രീതിയിലൊന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, മനുഷ്യരാകുന്നത് ബൈ നേച്ചർ അല്ല എന്നുള്ളതാണ് ഒന്ന്. ബൈ നേച്ചർ, പ്രാകൃതികമായിട്ട്, സ്വാഭാവികമായിട്ട്, പ്രകൃതിദത്തമായ രീതിയിൽ അല്ല മനുഷ്യനാവുന്നത് എന്നുള്ളൊരു ചിന്തയാണ് അതിലുള്ളത്. കാരണം മനുഷ്യർക്ക് അവരവരെ പറ്റി റിഫ്ലക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്നെപ്പറ്റി തന്നെ ആലോചിക്കാൻ പറ്റുന്നുണ്ട്. മനുഷ്യർക്ക് അവരവരെ തന്നെ കുറിച്ച് ആലോചിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ മനുഷ്യർ ഫ്രീ ആണ്. ഓക്കെ, എന്നെക്കുറിച്ച് എനിക്ക് തന്നെ ആലോചിക്കാൻ കഴിയണമെങ്കിൽ എനിക്കൊരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫ്രീഡം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അതിനെ മറിച്ച് ഒരു പൂച്ചയ്ക്ക് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ, ഓക്കെ, പൂച്ചയിൽ നിങ്ങൾക്ക് ഫ്രീഡം ആരോപിക്കാൻ പറ്റില്ല. ഉണ്ടോ ഇല്ല എന്നുള്ള വേറെ കാര്യം കേട്ടോ, ഞാൻ അതിലേക്കല്ല പോകുന്നത്. ഒരു ജീവി അതിനെപ്പറ്റി തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്നതാണ് എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, സെൽഫ് റിഫ്ലക്സിവിറ്റി ഉണ്ടെങ്കിൽ, സ്വയം ആലോചിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അത് ഓക്കെ, അതിനൊരു റിഫ്ലെക്സിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ട് എന്നാണ്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാർക്സ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ദർ ഈസ് ഫ്രീഡം ഫ്രം നെസസിറ്റി. ഓക്കെ, നിങ്ങളുടെ അനിവാര്യം, ഇപ്പം ജനിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൺട്രോളിലുള്ളൊരു കാര്യമല്ല, അല്ലേ? മനുഷ്യർ പ്രകൃത്യാ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ജനിച്ചു എന്നുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രകൃത്യ ഉള്ള ഒന്നാണ്. അതിനൊരു നെസസിറ്റി ഉണ്ട്, എനിക്ക് കൺട്രോളില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ആ നെസസിറ്റിയുടെ നിന്നുള്ളൊരു ഫ്രീഡം എനിക്കുണ്ട്. കാരണം മനുഷ്യർക്ക് മാത്രമുള്ളൊരു കാര്യമാണ്, അതിനെ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നു, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നു, സ്വയം ആലോചിക്കാൻ പറ്റുന്നു. അപ്പോൾ അവിടെ അതാണ് മാർക്സ് തന്നെ അവിടെ ഫ്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ പറയാം, മനുഷ്യരുടെ സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് മിയർലി എ മാറ്റർ ഓഫ് നെസസിറ്റി. ഓക്കെ, ഒരു അനിവാര്യതയുടെ പ്രശ്നമല്ല നമ്മളുടെ ജീവവർഗ സ്വഭാവം എന്ന് പറയുന്നത്. ഇത് ഒരു പക്ഷേ ഫിലോസോഫിക്കൽ ആന്ത്രപ്പോളജി എന്നുള്ള രീതിയിൽ നോക്കുക വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്ന് പറയുന്നത് ഒരു അനിവാര്യതയുടെ ഭാഗമല്ല, പ്രകൃത്യ ഉണ്ടാവുന്നൊരു സാധനമല്ല അത്. ഓക്കെ, പക്ഷെ അത് ഫ്രീഡത്തിൻ്റെ പ്രശ്നമാണ്. അതായത് ഫ്രീഡം അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ഫ്രീഡം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാനൊന്നുകൂടി വിശദീകരിക്കാൻ ശ്രമിക്കാതെ ആ പോയിന്റ്. അതിൽ വേറെ അടങ്ങിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്സ് ഉപയോഗിക്കുന്ന, അതിൽ വീണ്ടും ഉപയോഗിക്കുന്ന, കുറേ സമയങ്ങളിൽ കുറേ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ലൈഫ് ആക്ടിവിറ്റി എന്നുള്ളൊരു വാക്ക്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്. ജീവിത പ്രക്രിയ എന്ന് വല്ലതും പറയാവുന്ന ജീവിതവൃത്തി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താവുന്ന ഒരു വാക്ക് ലൈഫ് ആക്ടിവിറ്റി എന്നുള്ള വാക്കാണ്. വീണ്ടും ഒരു ഭാഗം കൂടി നിങ്ങൾ വായിച്ചൊരു കാര്യമാണ്, ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. പേജ് നമ്പർ ഞാൻ എഴുതിയിട്ടില്ല അതിൽ. ദ ഹോൾ ക്യാരക്ടർ ഓഫ് ദ സ്പീഷീസ്, ഇറ്റ്സ് സ്പീഷീസ് ക്യാരക്ടർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ക്യാരക്ടർ ഓഫ് ഇറ്റ്സ് ലൈഫ് ആക്ടിവിറ്റി എന്നാണ് മാർക്സ് പറയുന്നത്. ഇതാണ് മറ്റൊരു ഒരു സെൻറ്റൻസ് അതിൽ കാണുന്നത്. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളതൊന്ന് നോക്കുക. മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം അവരുടെ ജീവിത വൃത്തിയിൽ പൂർണ്ണമായും അടങ്ങിയിട്ടുണ്ട് എന്നാണ്. അവരുടെ ജീവിത വൃത്തിയിൽ അടങ്ങിയിട്ടുണ്ടെന്ന്, ലൈഫ് ആക്ടിവിറ്റി. അടുത്തത് ലൈഫ് ഇറ്റ് സെൽഫ് അപ്പിയേഴ്സ് ഓൺലി ആസ് എ മീൻസ് ടു ലൈഫ് എന്നാണ്. ഈ രണ്ട് കാര്യങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി കോംപ്ലക്സ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്,
എന്താണ് ഈ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മീൻസ് ടു ലൈഫ് ആണ് എന്ന് മാർക്സ് പറയുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ഒരു പ്രശ്നം. ചെറിയ ഒരു അവ്യക്തത അതിലുണ്ട്. പക്ഷെ അത് പിന്നീട് മറ്റ് പല ഭാഗങ്ങളുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ മാർക്സ് അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാർക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീമിലേക്ക് വരികയാണ്. അവിടെ ലേബർ എന്നുള്ളൊരു വരികയാണ്. ഓക്കെ, ലൈഫ് ആക്ടിവിറ്റി എന്ന് മാർക്സ് അവിടെ ഉദ്ദേശിക്കുന്നത് ലേബറിനെയാണ് എന്നുള്ളത് പിന്നീട് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി അതിൽ വരുന്നുണ്ട്. അധ്വാനം എന്ന് നമ്മൾ പൊതുവെ പരിഭാഷപ്പെടുത്തുന്ന വാക്കാണ് ലേബർ എന്നത്. എന്താണ് മനുഷ്യരുടെ ഒരു ജീവവർഗ സ്വഭാവം എന്നുള്ളത് മാർക്സിനെ സംബന്ധിച്ചോളം മാർക്സ് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, അത് അവരുടെ അധ്വാനവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അധ്വാനം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്സ് ഇതിൽ ഉപയോഗിക്കുന്ന ആ വാക്ക് ഒരു എന്താ പറയുക, നമ്മൾ മോഡേൺ ആയിട്ടുള്ള അർത്ഥത്തിൽ അധ്വാനം എന്ന് പറയുന്നത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട, ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ കമോഡിറ്റി പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുക, ചരക്ക് ഉൽപ്പാദിപ്പിക്കുക, കമ്പോളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കമ്പോള വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഒരു വിനിമയ മൂല്യമുള്ള വസ്തുവാവുക. ഇതൊക്കെയാണ് നമ്മളിപ്പം പ്രൊഡക്ഷൻ എന്നുള്ളതും അധ്വാനം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു അർത്ഥം എന്ന് പറയുന്നത്. മാർക്സ് പക്ഷേ ഈ ലൈഫ് ആക്ടിവിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മേക്കിംഗ് എന്നുള്ള അർത്ഥം മാത്രം എടുത്താൽ. ഓക്കെ, മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കിംഗ് പ്രൊഡക്ഷനായി മാറുന്നത് ഒരു പ്രത്യേക സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയുടെ ഉള്ളിലാണ് മേക്കിംഗ് എന്നുള്ളത് ഒരു പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥം വരുന്നത്. കമോഡിറ്റി പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പ്രീ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഇതിൽ ചിലപ്പോൾ മേക്കിംഗ് ഉണ്ട്, പക്ഷെ കമോഡിറ്റി ആയിരിക്കില്ല ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മേക്കിംഗ് എന്നുള്ളത് കമോഡിറ്റിയുമായിട്ട് ബന്ധപ്പെടുകയും അതിന് പ്രൊഡക്ഷൻ എന്നുള്ള അർത്ഥം വരികയും ചെയ്തത് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമായിരിക്കും. അപ്പം ലൈഫ് ആക്ടിവിറ്റി എന്ന് മാർക്സ് ഉദ്ദേശിക്കുന്നത് മനുഷ്യരുടെ ഈ മേക്കിംഗ് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ, ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയ, നിർമ്മിക്കുക എന്നുള്ള ആ പ്രത്യേക സ്വഭാവത്തെയാണ് മാർക്സ് ഈ മനുഷ്യരുടെ ജീവവർഗ സ്വഭാവമായിട്ട് കാണുന്നത്, സ്പീഷീസ് ബീയിങ് ആയിട്ട് കാണുന്നത്. ഇതെങ്ങനെയാണ്? ഇത് പല രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുള്ള ആശയം കൂടിയാണ്. അത് നമ്മൾ ആലോചിക്കണം. മനുഷ്യനെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റിവിസം അതിലുണ്ട് എന്നൊക്കെ പലരും പറയും. മാർക്സിലൊരു പ്രൊട്ടക്റ്റിവിസം ഉണ്ട്. അതായത് മനുഷ്യരെ ഒരു പ്രൊഡ്യൂസിങ് അനിമലായിട്ട് കാണുക, അല്ലെങ്കിൽ മേക്കിങ്ങിലേക്ക് മനുഷ്യരുടെ എല്ലാ സ്വഭാവങ്ങളെയും വെട്ടിച്ചുരുക്കുന്ന രീതിയിലുള്ള ഒരു റിഡക്ഷനിസം ഉണ്ട് എന്നുള്ളൊരു വാദമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ മാർക്സ് ഇതിൽ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ ബേസിക്കലി ഒരു ആനിമൽ ദാറ്റ് മേക്സ്, അല്ലേ, നിർമ്മിക്കുന്ന മൃഗമാണ് മനുഷ്യൻ, നിർമ്മിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കമോഡിറ്റി എന്നുള്ളത് അതിന് പുതിയ അർത്ഥം. ഓക്കെ, നിർമ്മിക്കാതെ ജീവിക്കാൻ പറ്റില്ല മനുഷ്യർക്ക് എന്നുള്ളതാണ്. ഓക്കെ, നിർമ്മാണം എന്ന് പറയുന്ന ആ പ്രക്രിയ മനുഷ്യരുടെ ജീവവർഗ സ്വഭാവമാണ് എന്നുള്ളതാണ് ഒരാശയം. അതൊരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ആക്ട്. മനുഷ്യർ നിലനിൽക്കുന്നത് നിർമ്മിച്ചുകൊണ്ട് മാത്രമാണ്. മറ്റ് ജീവികളിൽ അത് കാണില്ല. സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്. പക്ഷേ അനിമൽസിൻ്റെ പ്രൊട്ടക്ഷനെ പറ്റി മാർക്സ് പറയുന്നുണ്ട് ഇതിൽ, അല്ലെ, അനിമൽസ്, അതായത് മറ്റ് ജീവികളിലുള്ള മേക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് അതിൽ. പക്ഷേ പൊതുവെ മനുഷ്യൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആ ജീവിയുടെ ഒരു ജീവവർഗ സ്വഭാവം പ്രകടമാകുന്ന വളരെ എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഒരു ആക്റ്റാണ് മേക്കിംഗ്, നിർമ്മിക്കുക എന്ന് പറയുന്നത്. നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടത് വസ്തുക്കൾ നിർമ്മിക്കലാണ്. ഓക്കെ, വസ്തുക്കളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തോ ആവാം, നമ്മുടെ വീടാവാം, അല്ലെങ്കിൽ ഭക്ഷണമാവാം, എന്തോ ആവാം, കൂടാവാം, വീടാവാം, അല്ലെങ്കിൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കലാവാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു ഈ മേക്കിംഗ് ഇല്ലാതെ ഒരു മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റില്ല എന്നാണ്. നിർമ്മിക്കാത്തൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇല്ല. കാരണം അതിൻ്റെ ഒരു ജീവവർഗ സ്വഭാവം തന്നെയാണ് നിർമ്മിക്കുക എന്ന് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്നത്. ഇത്
അപ്പോൾ ഇവിടെ ലേബർ എന്നുള്ള അർത്ഥത്തിലും ഇപ്പം നമ്മൾ ലേബർ എന്ന് പറയുന്നത് കമോഡിറ്റി പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. പക്ഷേ കമോഡിറ്റി പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും മനുഷ്യരിൽ ഈ ജീവവർഗ സ്വഭാവം എന്നുള്ള നിലയ്ക്ക് ഈ മേക്കിംഗ് ഉണ്ട്. എന്തിനാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സർവൈവ് ചെയ്യാൻ, നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പം ജീവവർഗ സ്വഭാവം എന്ന് പറയുന്ന ഈ സ്പീഷീസ് ബീയിങ് എന്ന് പറയുന്നത്, ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മീൻസ് ടു ലൈഫ് ആണ്. ഇതാണ് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം. ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവവർഗ സ്വഭാവം, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിത വൃത്തി. ലൈഫ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് മീൻസ് ടു ലൈഫാണ്. മനുഷ്യർ നിലനിൽക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പണിയാണത്. കാരണം നമുക്ക് അങ്ങനെ നിലനിൽക്കാൻ പറ്റും മനുഷ്യർക്ക്. ഇതാണ് മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം. അതാണ് ഞാൻ പറഞ്ഞ മീൻസ് ടു ലൈഫ് എന്ന് പറയുന്നതിനെ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഒരുപക്ഷെ ഈ ലോകത്ത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് മനുഷ്യരെ ഈ വളരെ എംബോഡീഡ് ആയിട്ടുള്ള പ്രവൃത്തികളെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യനെ നിർവചിക്കുന്ന ആദ്യത്തെ ചിന്തകരിൽ ഒരാൾ എന്തായാലും മാർക്സ് ആയിരിക്കും. അപ്പം നമ്മൾ പണ്ട് മുതലേ മനുഷ്യനെ പറ്റിയുള്ള നിർവചനങ്ങൾ എന്ന് പറഞ്ഞാൽ റാഷണൽ ആനിമൽ എന്നൊക്കെ അല്ലേ, പൊളിറ്റിക്കൽ ആനിമൽ, റാഷണൽ ആനിമൽ, ഇങ്ങനെ ഇതൊക്കെ റാഷണൽ എന്നൊക്കെ പറയുന്നത് നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള എന്തോ വെച്ചിട്ടാണ് മനുഷ്യനെ നിർണ്ണയിക്കുന്നത് അല്ലേ, ശരീരമല്ല. ഓക്കെ, ബുദ്ധി, ഇൻ്റലക്റ്റും അല്ലെങ്കിൽ മൈൻഡും റാഷണാലിറ്റിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് നമ്മൾ മനുഷ്യനെ നിർവഹിച്ച് കണ്ടിട്ടുള്ളത്. പ്ലേറ്റോ മുതലോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഗ്രീക്ക് കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നൊക്കെ പറയുന്ന അരിസ്റ്റോട്ടലിയൻ, ഇതൊക്കെ അങ്ങനെ. മാർക്സ് പക്ഷേ ആയിരിക്കും ആദ്യം ബോഡി വെച്ചുകൊണ്ട് മനുഷ്യനെ നിർവഹിക്കുകയാണ്. മനുഷ്യർ എന്ന് പറഞ്ഞാൽ എംബോഡീഡ് ആയിട്ടുള്ള ബീയിങ് ആണ്. ഓക്കെ, റാഷണൽ ബീയിങ് എന്നല്ല. ഇത് മനുഷ്യർ ജീവിക്കുന്നത് പ്രൈമറിലി അതിൻ്റെ ജീവവർഗ സ്വഭാവം എന്ന് പറയുന്നത് ഈ മേക്കിംഗ് ആണ്. ഓക്കെ, വസ്തുക്കൾ ഉണ്ടാക്കുക എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ശാരീരികമായ ശരീരസ്ഥമായ ഈ നിർമ്മാണ പ്രവൃത്തികളിൽ പൂർണ്ണമായും പ്രകാശിതമായ ഒരു സത്തയാണ്, അല്ലെങ്കിൽ ഒരു ജീവവർഗ സ്വഭാവം മാത്രമാണ് മനുഷ്യർക്കുള്ളത് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം. അപ്പോൾ ആ അർത്ഥത്തിൽ മാർക്സ് പറയാം, മനുഷ്യനെ അങ്ങനെ റാഷണൽ ബീയിങ് ഒന്നും കാണാൻ പറ്റില്ല. റാഷണൽ ബീയിങ് ആയിരിക്കും, നോയിങ് അനിമൽ ആയിരിക്കും, നോളജ് ഉണ്ട്, റാഷണാലിറ്റി ഉണ്ട്, മറ്റു പലതും ഉണ്ട്. പക്ഷെ അതൊക്കെ കാണേണ്ടത് ഈ വളരെ ബേസിക് ആയിട്ടുള്ള ഈ നിർമ്മാണാത്മകമായ ഓക്കെ ജീവിത വൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അയാളുടെ റാഷണാലിറ്റിയും അയാളുടെ ഐഡിയയും അയാളുടെ നോളജിനെയും ഒക്കെ നമ്മൾ കാണേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പക്ഷേ ബോഡിയെ മുൻനിർത്തിക്കൊണ്ട് എംബോഡീഡ് ആയിട്ടുള്ള ഒരു ജീവിത വൃത്തികളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനെ നിർവചിച്ച ആദ്യത്തെ ചിന്തകരിൽ ഒരാൾ ഒരുപക്ഷെ മാർക്സ് ആയിരിക്കും. അത് വളരെ പ്രധാനമായിരിക്കും ഒരു ഹിസ്റ്ററിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഒരു മറ്റൊരു കാര്യം മേക്കിങ്ങിൻ്റെ ഒരു സ്വഭാവം ആയിട്ട് മാർക്സ് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്നതിൽ സെൽഫ് മേക്കിങ്ങും കൂടി ഉൾപ്പെടുന്നുണ്ട്. ലോകത്തെ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളെ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് മാർക്സിൻ്റെ മറ്റൊരു, ഇതും ജീവവർഗ സ്വഭാവമാണ്. അപ്പോൾ മേക്കിംഗ് എന്ന് പറയുന്നത് വസ്തുവിനെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നതിലൂടെ നിങ്ങളെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സെൽഫ് മേക്കിംഗ് എന്ന് പറയുന്ന സ്വയം രൂപീകരിക്കുകയും നിർമ്മിക്കുകയും അഴിച്ചു പണിയുകയും ഒക്കെ ചെയ്യുന്ന പണി ഇതിൻ്റെ കൂടെ അതുകൂടി അതിൽ ഇൻവോൾവ് ആണ്, ഇംപ്ലൈഡ് ആണ്. അപ്പോൾ ഞാൻ സാധാരണ പറയാനുള്ളത് ഈ സെൽഫ് മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള പ്രൊഡക്ഷനാണ് സെൽഫ് മേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. വാല്യൂസ് ഉണ്ടാക്കുക, ഞാനും മറ്റു മനുഷ്യരും തമ്മിലുള്ള ബന്ധങ്ങളെ അഴിച്ചു പണിയുക, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ ഉണ്ടാക്കുക, നിർമ്മിക്കുക, പുതിയ അർത്ഥങ്ങൾ ഉണ്ടാക്കുക. ഇതൊന്നും മെറ്റീരിയലായിട്ട് നടക്കുന്ന കാര്യമല്ല. ഓക്കെ, വസ്തു ഉണ്ടാക്കുന്ന പോലെയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും. അതെ, നമ്മളുണ്ടാക്കുന്നത് നമ്മളെ കൂടി ഉണ്ടാക്കുന്നു. അത് മാർക്സ് തന്നെ പറയുന്നൊരു കാര്യം, മാൻ സീസ് ഹിംസെൽഫ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ ഹിംസെൽഫ് എന്നാണ്. അതിലൊരു സെൻറ്റൻസ് തന്നെ അങ്ങനെയാണ്. മനുഷ്യൻ അവരെ കാണുന്നത് അവർ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകത്തിൻ്റെ ഉള്ളിലാണ്, മൃഗത്തിനെ പോലെയല്ല അത്. ഓക്കെ, ഞാൻ ജീവിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ലോകത്താണ്. ഓക്കെ, ഞാൻ തന്നെ ഉണ്ടാക്കിയ അർത്ഥങ്ങളുടെയും മൂല്യങ്ങളുടെയും വസ്തുക്കളുടെയും ഇടയിലാണ് ഞാൻ എന്നെ തന്നെ കാണുന്നത്. സീയിങ് മൈസെൽഫ് ഇൻ എ വേൾഡ് വിച്ച് ഈസ് ക്രിയേറ്റഡ് ബൈ മൈസെൽഫ് എന്നുള്ളതാണ് മാർക്സിൻ്റെ. അപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ആ വസ്തു എന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു വസ്തുവിനെ ഞാൻ നിർമ്മിക്കുമ്പോൾ ആ വസ്തു എന്നെയും നിർമ്മിക്കുന്നുണ്ട്. അപ്പം മേക്കിംഗ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു തലത്തേക്ക് മാത്രം ഓക്കെ ഉള്ള ഒന്നല്ല, ഒരു
സബ്ജക്റ്റ് ഒബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അത് സെൽഫ് മേക്കിങ്ങും കൂടി ഇംപ്ലൈ. ഈ സെൽഫ് മേക്കിങ്ങിനെ സാധാരണ തത്വചിന്തയിലുമൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, അരിസ്റ്റോട്ടലൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്ക് എന്ന് പറയുന്നത് പ്രാക്സിസ് എന്നുള്ള വാക്ക്. പ്രാക്സിസ്, PRAXIS. മേക്കിങ്ങിന് അരിസ്റ്റോട്ടലൊക്കെ ഉപയോഗിച്ചിരുന്ന വാക്ക് പൊയ്സിസ് എന്നുള്ള വാക്കാണ്. പൊയ്സിസ്, പിന്നീട് അതാണ് പോയട്രി എന്നുള്ള വാക്കൊക്കെ ആയിട്ട് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്ന് പറയുന്നത് വസ്തുവിനെ ഉണ്ടാക്കലാണ്. ഒരു മൺകലം ഉണ്ടാക്കുന്ന പൊയ്സിസ് ആണ്. ഓക്കെ, ഒരു വാല്യൂ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ആണ്. ഇത് സെൽഫ് മേക്കിംഗ് ഉണ്ടല്ലോ, മെറ്റീരിയൽ അല്ലാത്ത പ്രൊഡക്ഷൻ. ഇപ്പം ഞാൻ എണ്ണ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ പോലെ ഉണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. വാല്യൂസ് ഉണ്ടാക്കുക, മൂല്യങ്ങൾ ഉണ്ടാക്കുന്നു, അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു, മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. അപ്പോൾ ആ സെൽഫ് മേക്കിംഗ്, നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ആ മേക്കിങ്ങിൻ്റെ നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള തലത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് പ്രാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും രണ്ട് ആയിട്ടാണ് പണ്ട് കണ്ടിരുന്നത്. അതായത് അരിസ്റ്റോട്ടലൊക്കെ കാണാൻ മനുഷ്യർ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്, പൊയസിസ് ഉണ്ട്, പ്രാക്സിസ് ഉണ്ട്. മാർക്സ് ആ ഒരു വ്യത്യാസം അംഗീകരിക്കുന്നില്ല. മാർക്സ് പറയുന്നത് നിങ്ങളുടെ മേക്കിങ്ങിൽ തന്നെ ഉള്ളൊരു കാര്യമാണ് സെൽഫ് മേക്കിംഗ് എന്ന് പറയുന്നത്. ലോകത്തെ ഉണ്ടാക്കുന്നതിലൂടെയാണ് നിങ്ങൾ സ്വയം നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു വാദം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെൻറ്റൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഹി എന്നുള്ള വാക്കാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. ഞാനിപ്പോൾ അത് തന്നെ ഉപയോഗിക്കുകയാണ്. ഹി സീസ് ഹിംസെൽഫ് ഇൻ എ വേൾഡ് ക്രിയേറ്റഡ് ബൈ ഹിംസെൽഫ് എന്നുള്ളതാണ് മാർക്സിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയിലല്ല, മനുഷ്യർ ജീവിക്കുന്ന ചരിത്രത്തിലാണ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. അതായത് മനുഷ്യരുടെ ജീവിതം എന്ന് പറയുന്നത് ചരിത്രമാണ് മനുഷ്യരുടെ പാർപ്പിടം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. വസ്തുക്കളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജീവിക്കുകയല്ല മനുഷ്യർ ചെയ്യുന്നത്. ഓക്കെ, ആ വസ്തുക്കൾ ഞാൻ തന്നെ ഉണ്ടാക്കിയ വസ്തുക്കളാണ്. ഓക്കെ, ആ വസ്തുക്കൾ എന്നെ തന്നെ മാറ്റുന്നുമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സത്യത്തിൽ ഒരു മനുഷ്യജീവിയുടെ ഒരു ഒറിജിനൽ ഹോം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്, ചരിത്രത്തിനുള്ളിൽ ജീവിക്കുന്നത്. അപ്പം ചരിത്ര ബീയിങ്ങിൻ്റെ ജീവവർഗം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ചരിത്രപരതയാണ്, ചരിത്രാത്മകമാണ്. നമ്മൾ ചരിത്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു, ഈ ആളുകളുണ്ട് ഇവിടെ, പിന്നെ അതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, ഇതൊരു ബിൽഡിംഗ് ആണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്, ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ സ്ഥാനത്തിൽ. അപ്പം മനുഷ്യരെപ്പോഴും ജീവിക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോകത്താണ്, അല്ലെങ്കിൽ അവർ നിർമ്മിക്കുന്ന ഒരു ലോകം. അതാണ് ഹിസ്റ്ററി നമ്മൾ പറയുന്നത്, അല്ലേ? ആ ഹിസ്റ്ററിയുടെ ഉള്ളിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവി. അപ്പം സത്യത്തിൽ സ്പീഷീസ് ബീയിങ്ങിൻ്റെ ഒരു സ്വഭാവം ചരിത്രമാണ്, ചരിത്രപരതയാണ്, ഹിസ്റ്റോറിസിറ്റിയാണ്. അപ്പോൾ മനുഷ്യരുടെ ഹിസ്റ്റോറിസിറ്റി ഓഫ് ബീയിങ് എന്നുള്ളതാണ് മാർക്സ് ഇതിൽ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. രണ്ട്, അടുത്തൊരു പോയിൻ്റായിട്ട് മാർക്സ് അതിൽ വിശദീകരിക്കുന്നൊരു കാര്യം, ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമായിരിക്കും. ഈ സ്വഭാവം, ഈ ജീവവർഗ സ്വഭാവം, ഇതിൽ ഫ്രീഡം എന്ന് പറയുന്നത് എങ്ങനെയാണ് കടന്നു വരുന്നത്? ഓക്കെ, ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റ് മാർക്സ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യം, ജീവവർഗ സ്വഭാവം എന്ന് ഈ പ്രൊഡക്ഷനെയോ നിർമ്മാണത്തെയോ മേക്കിങ്ങിനെയോ കാണുമ്പോൾ മനുഷ്യരല്ലാത്ത ജീവികളിലും മേക്കിംഗ് ഉണ്ടോ എന്നുള്ളൊരു ആലോചനയാണ്. മനുഷ്യരല്ലാത്ത മറ്റ് ജീവികളിൽ ഈ മേക്കിംഗ് എന്ന് പറഞ്ഞ സ്വഭാവം കാണുന്നുണ്ടോ? നിർമ്മിക്കുക എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും മാർക്സ് ചില ഉദാഹരണങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കിളി കൂട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ചിലന്തി വല നെയ്യുന്നത് മേക്കിംഗ് ആണല്ലോ. അത് ഓക്കെ, ഒരു വസ്തുവിനെ ഉണ്ടാക്കലാണ് ആണ്. അതിൽ ഒരു പാരഗ്രാഫിൽ മുഴുവൻ പറയുന്നത് അതാണ്. ഡു അനിമൽസ് പ്രൊഡ്യൂസ്? ഓക്കെ, ഡു ദ മേക്ക് സംതിങ്? മാർക്സ് പറയുന്നത് ശരി ഉണ്ട്. ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരല്ലാത്ത ജീവികളിലുണ്ട്. മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനുഷ്യർക്ക് മാത്രമേ ആവാൻ പാടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, മനുഷ്യരല്ലാത്ത പല ജീവികളിലും ഈ ഒരു ജീവവർഗ സ്വഭാവം എന്നുള്ള രീതിയിൽ മേക്കിംഗ് കാണുന്നുണ്ട്.
കിളികൾ കൂട് വയ്ക്കുന്നുണ്ട്, കൂടുണ്ടാക്കുന്നുണ്ട്, ചിലന്തി വല നെയ്യുന്നുണ്ട്. ഇതൊക്കെ മേക്കിംഗ് ആണ്. പക്ഷേ ഹ്യൂമൻ മേക്കിംഗ് എന്ന് പറയുന്നത്, മനുഷ്യർ ഏർപ്പെടുന്ന ഈ മേക്കിംഗ് എന്ന് പറയുന്നത് ഈ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള മനുഷ്യേതരമായ ജീവികളിലുള്ള നിർമ്മാണം എന്ന് പറയുന്ന ആ പ്രവൃത്തിയുമായിട്ട് വളരെ വളരെ വലിയൊരു വ്യത്യാസം മാർക്സ് പറയുന്നത്. ഇത് ഞാൻ വായിക്കാം, അത് നിങ്ങളുടെ ഇതിലുണ്ട്. ദ ആനിമൽ ഈസ് ഇമ്മീഡിയറ്റ്ലി വൺ വിത്ത് ഇറ്റ്സ് ലൈഫ് ആക്ടിവിറ്റി എന്നാണ്. ഓക്കെ, ദ ആനിമൽ ഈസ് ഇമ്മീഡിയറ്റ്ലി, വിത്തൗട്ട് മീഡിയേഷൻ, ഇമ്മീഡിയറ്റ്ലി വൺ വിത്ത് ഇറ്റ്സ് ലൈഫ് ആക്ടിവിറ്റി എന്നാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഈ മേക്കിംഗ് എന്നുള്ളതിൻ്റെ ഒരു വ്യത്യാസം. കാരണം ഒരു ആനിമൽ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ ആയിട്ടുള്ള ആനിമൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, ഓക്കെ, മേക്കിംഗ് ഉണ്ട്. പക്ഷേ ആ മേക്കിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് അത് മാറി നിൽക്കുന്നില്ല, അത് അതിൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, റിഫ്ലെക്സിവിറ്റി എന്ന് പറഞ്ഞ സംഗതി ഇല്ല. നിങ്ങൾ അതിനെ നോക്കുക എന്ന് പറയുന്നത്, ഫ്രീഡം എന്ന് പറയുന്ന അവിടെ ഇല്ല എന്നാണ് ആ പറയുന്നതിൻ്റെ അർത്ഥം. അത് ഫ്രീഡം ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ് അത്. ഇപ്പോൾ ഒരു കിളി കൂട് വയ്ക്കുന്നുണ്ടെങ്കിൽ ആ കൂട് കെട്ടുക എന്നുള്ള ആക്ടിവിറ്റിയുടെ ഭാഗമാണ് അതിൻ്റെ ബീയിങ്. അതിൽ പൂർണ്ണമായും അത് തന്നെയാണ്. അതിന് മാറി നിന്ന് ഈ കൂട് കെട്ടുക എന്നുള്ള പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. റിഫ്ലക്റ്റീവായിട്ട് അതിനെ നോക്കണം. ഓക്കെ, അതിന് മാറി നിന്ന് ഇത് നല്ല കൂടാണോ, ഉദാഹരണത്തിനാണ്, ഇതൊരു നല്ല കൂടാണോ, ഇത് മാറ്റേണ്ടതുണ്ടോ എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു റിഫ്ലക്സീവ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവണം നിങ്ങളുടെ ആക്ടിവിറ്റി. മൃഗങ്ങളുടെ കാര്യത്തിൽ, ജീവികളുടെ കാര്യത്തിൽ അത് ഇമ്മീഡിയറ്റ്ലി വൺ വിത്ത് ദാറ്റ് ആക്ടിവിറ്റി. അത് തന്നെയാണ്, അതിൽ ഇഴുകിച്ചേർന്ന താതാത്മ്യം പ്രാപിച്ച ഒന്നാണ് അതിൻ്റെ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യരുടെ മേക്കിങ്ങിൽ ഫ്രീഡം എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ഫ്രീഡം എന്ന് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫ്രീ ആക്റ്റാണ്, നെസസിറ്റിയുടെ മണ്ഡലമല്ല അത്. അതായത് മൃഗങ്ങളുടെ അത് നെസസിറ്റിയുടെ മണ്ഡലം, പ്രകൃതിയാൽ അതങ്ങനെയാണ്. അതിനല്ലാതെ വല കെട്ടാതെ ഒരു ചിലന്തിക്ക് ജീവിക്കാൻ പറ്റില്ല. വല കെട്ടുക എന്ന് പറയുന്നത് അത് ചൂസ് ചെയ്യുന്നൊരു ആക്റ്റല്ല എന്ന് പറഞ്ഞാൽ, അത് പ്രകൃതിദത്തമായി അതിന് കിട്ടിയിട്ടുള്ള സംഗതിയാണ്, അല്ലേ? പ്രകൃതിയാൽ അതങ്ങനെയാണ്, അനിവാര്യതയാണ് അതിൽ കാണുന്നത്, നെസസിറ്റിയാണ് അതിൽ കാണുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചത് നെസസിറ്റിയുടെ മണ്ഡലമല്ല, അത് ഫ്രീഡത്തിൻ്റെ മണ്ഡലമാണ്. ഓക്കെ, നിങ്ങൾ ചൂസ് ചെയ്യാണ്. ആ ചൂസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നതുകൊണ്ടാണ് ഒരു വീട് മാറ്റി വേറൊരു വീട് പണിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആവാൻ പറ്റും, നമുക്ക് ഒന്നിൽ നിന്ന് ബെറ്റർ ആയിട്ടുള്ള മറ്റൊന്നുണ്ടാക്കാൻ പറ്റാം. അപ്പം നമ്മുടെ റാഷണാലിറ്റിയിൽ ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു എലിമെൻ്റ് ഉണ്ടാവുന്നത്, നിങ്ങൾ ഒന്നിൽ നിന്ന് മെച്ചപ്പെട്ട മറ്റൊന്നുണ്ടാക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ചിലന്തി ഒരേ വല തന്നെ ഉണ്ടാക്കൂ, എല്ലാ കാലത്തും ചിലന്തി ഒരു വല ഉണ്ടാക്കൂ. പക്ഷെ ഞാൻ വേറൊരു വീട് വയ്ക്കും, മാറി ചിന്തിക്കും, ചിലപ്പോൾ എൻ്റെ വീട് പൊളിച്ചു കളയും. ഓക്കെ, എന്നിട്ട് കുറച്ചുകൂടി ഭേദമായിട്ടുള്ള വീടുണ്ടാകും. സോ ഒരു റിഫ്ലെക്സിവിറ്റിയുടെ ഡിസ്റ്റൻസ് ഉണ്ട് ഈ മേക്കിങ്ങും ഞാനും തമ്മിൽ. ഞാൻ അതിൽ തന്നെ താതാത്മ്യപ്പെട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ ഇഴുകിച്ചേർന്ന് അതിൽ നിന്ന് മാറാൻ പറ്റാത്ത വിധത്തിൽ അതിൽ കുടുങ്ങി കിടക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം വളരെ ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചിലന്തി ഉണ്ടാക്കുന്ന വലയിൽ അങ്ങ് കുടുങ്ങി കിടക്കുന്ന പോലെയാണ്. ഓക്കെ, അതിനല്ലാതെ ഇപ്പം വലയില്ലാതെ ഒരു ചിലന്തിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് അതിൻ്റെ തന്നെ നിർമ്മാണത്തിൽ അത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ബീയിങ് ആണ്. നേരെ മറിച്ച് മനുഷ്യർ ഈ പറഞ്ഞ പോലെ ചരിത്രത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളത് ഉണ്ടെങ്കിൽ പോലും, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന വലകളുടെ ഉള്ളിലാണ് മനുഷ്യരൊക്കെ ജീവിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾക്ക് ആ വലയിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അല്ലേ? അത് മാറി നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അധ്വാനം എന്ന് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രീ റിഫ്ലെക്സീവ് കോൺഷ്യസ് ആക്ട് എന്നാണ് മാർക്സ് വിളിക്കുന്നത്. അതിന് ബോധമുണ്ട്, അവിടെ ഫ്രീഡമുണ്ട്. അതുകൊണ്ട് ഈ ആക്ടിവിറ്റിയിൽ അങ്ങ് ഓക്കെ നിക്ഷിപ്തമല്ല എൻ്റെ ബീയിങ് എന്ന് പറയുന്നത്. അതിൽ ഞാൻ അങ്ങ് എന്നെ നിക്ഷേപിച്ചിട്ടൊന്നുമില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് എപ്പോഴും. അപ്പം ഇതാണ് ഹ്യൂമൻ മേക്കിങ്ങിൻ്റെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്ന രീതിയിൽ മേക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് മാർക്സ് കാണും. ഇതും വളരെ പ്രധാനപ്പെട്ടൊരു ആശയമാണ്. അപ്പോൾ മേക്കിംഗ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നെസസിറ്റിയുടെ മണ്ഡലമല്ല, ഫ്രീഡത്തിൻ്റെ കൂടി മണ്ഡലമാണ്. നെസസിറ്റി ഇല്ല എന്നല്ല പറയുന്നത്, ജീവിക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ അതിൽ ഫ്രീഡത്തിൻ്റെ എലിമെൻ്റ് ഉണ്ട് എന്നാണ് മാർക്സ് പറയുന്ന ഒരു കാര്യം.
അത് മാർക്സ് അതിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേറെ ചില ഇതും കൂടിയുണ്ട്. അതായത് നിങ്ങൾ ലോകത്തെ സൃഷ്ടിക്കുന്ന ബ്യൂട്ടിയുടെ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടുണ്ടാകും. ഓക്കെ, എസ്തെറ്റിക് എന്ന് പറയുന്നത് അത് വേറെ മൂലധനത്തിലും മറ്റും പറയുന്ന ഈ ബെസ്റ്റ് ഓഫ് ബീസ് ആൻഡ് വേസ്റ്റ് ആർക്കിടെക്ട് എന്നുള്ളൊരു ഒരു ഇത്, അതായത് ഏറ്റവും നല്ല ചിലന്തി പോലും ഏറ്റവും മോശം ഒരു ശില്പിയേക്കാൾ, ഓക്കെ, അത് നമ്മൾ കമ്പയർ ചെയ്യാണ്. കാരണം മനുഷ്യരുടെ മേക്കിങ്ങിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നു, നിങ്ങൾ ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഈസ്തെറ്റിക്കലി നോക്കാൻ പറ്റുന്നു. ഓക്കെ, ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ സ്റ്റാൻഡേർഡ് വെച്ചുകൊണ്ട്, ഓക്കെ, ഒരു അളവുകോൽ വെച്ചുകൊണ്ട് വസ്തുക്കളെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ നിർമ്മാണം എന്ന് പറയുന്ന പ്രക്രിയയുടെ മേക്കിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ ഞാൻ പൂർണ്ണമായും എന്നെ തന്നെ അങ്ങ് നിക്ഷേപിച്ചിട്ടില്ല, അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് മാർക്സിൻ്റെ ഒരു വാദം. അപ്പോൾ ഹ്യൂമൻ മേക്കിങ്ങിൽ ഈ ഒരു എസ്തെറ്റിക് ഡയമെൻഷൻ ഉണ്ട്. ഹ്യൂമൻ മേക്കിംഗ് എന്ന് പറയുന്നതിൽ ഫ്രീഡത്തിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. അത് നെസസിറ്റിയുടെ ഒരു മണ്ഡലമല്ല, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ടെമ്പറാലിറ്റി മാത്രമല്ല അതിലുള്ളത്. ചിലന്തി റിപ്പീറ്റ് ചെയ്യുള്ളൂ. അത് എത്ര കഴിഞ്ഞാലും ഒരേ ചിലന്തിയുടെ ഏത് തലമുറ നോക്കിയാലും ഒരേ വല തന്നെയാണ് നിനക്ക്. അപ്പോൾ വളരെ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറാലിറ്റി മാത്രമേ നമുക്ക് ആനിമൽസ് അതിനെ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാമെങ്കിൽ, ഓക്കെ, നിങ്ങളതിനെ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കുകയാണെങ്കിൽ, മേക്കിംഗ് വിളിക്കുകയാണെങ്കിൽ, ആ മേക്കിങ്ങിന് ഒരു ആവർത്തന സ്വഭാവമുള്ള ഒരു ടെമ്പറാലിറ്റി മാത്രമേ അതിൽ കാണാൻ പറ്റൂ. എന്ന് വെച്ചാൽ ഹ്യൂമൻ മേക്കിങ്ങിൽ ഈ പറഞ്ഞ വേണമെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ടെമ്പറാലിറ്റി ഉണ്ട്, ഒന്നിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ളതിലേക്ക് പോവാം. ഈസ്തെറ്റിക് ആയിട്ടുള്ള ഡയമെൻഷൻ ഉണ്ട്, ഫ്രീഡത്തിൻ്റെ ഡയമെൻഷൻ ഉണ്ട്. ഇതൊരു പക്ഷെ മാർക്സ് നമ്മളത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം ഞാൻ മുമ്പ് ഒരു ഇതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രീക്ക് കൺസെപ്റ്റ് ഓഫ് ലേബറിനോടുള്ള ഒരു ക്രിട്ടിക്കലായിട്ടുള്ള റെസ്പോൺസ് ആയിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ ഏൻഷ്യൻ ഗ്രീസിൽ ലേബറിനെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറയുന്നത് ലേബർ ഒരു ആനിമൽ ആക്റ്റാണെന്നാണ്. മൃഗസഹജമായ ഒരു ക്രിയയാണ് ലേബർ എന്ന് പറയുന്നത്. കാരണം ലേബർ എന്താണ്? ബേസിക്കലി ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ലേബർ ചെയ്യുന്നത്. മനുഷ്യർ പണിയെടുക്കുന്നത് എന്തിനാ? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, ദൈനംദിന ജീവിത ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് മനുഷ്യർ പണിയെടുക്കുന്നത്. നമ്മളൊക്കെ പണിയെടുക്കുന്നതാണ്, അല്ലേ? ഈ പണിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് മൃഗങ്ങളും ചെയ്യുന്നുണ്ട്. മൃഗങ്ങൾ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ടാവും, ഇര പിടിക്കുന്നുണ്ടാവും. ഇതൊക്കെ ലേബറാണ് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. ജീവസന്ധാരണത്തിന് വേണ്ടി അത് ചെയ്യുന്ന, ശാരീരികമായി നടക്കുന്ന പിന്നെ പണികളാണ് നമ്മൾ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സത്യത്തിൽ ലേബറിനെ ഒരു നെസസിറ്റിയുടെ കാര്യമായിട്ടാണ് കാണേണ്ടത്. അല്ലെങ്കിൽ അതിലുള്ളത് ഒരു മൃഗസ്വഭാവമാണ്. മനുഷ്യരെ മനുഷ്യരാക്കുന്ന ലേബറല്ല എന്നാണ് ഗ്രീക്ക് കാഴ്ചപ്പാട്. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് മറ്റു പലതുമാണ്. ഇപ്പോൾ അരിസ്റ്റോട്ടലോ അല്ലെങ്കിൽ ഇവരൊക്കെ പറയാതെ പൊളിറ്റിക്കലാണ്. അതായത് നിങ്ങളുടെ ചിന്തയോ നിങ്ങളുടെ ഭാഷയോ ആർട്ടിക്കുലേഷനോ ഇതൊക്കെ ആയിരിക്കും മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ലേബറല്ല. ലേബർ എന്ന് പറയുന്നത് മൃഗങ്ങൾ ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക എന്നുള്ളത് മൃഗങ്ങൾ ചെയ്യുന്നൊരു പണിയാണ്. അപ്പോൾ ലേബർ എന്ന് പറയുന്നത് മനുഷ്യരെ സമാനമായ ഒന്നാക്കുക ചെയ്യുന്നു, മൃഗത്തിൽ നിന്ന് ഡിഫറൻ്റ് ആക്കുകയല്ല ചെയ്യുന്നത് എന്നുള്ളതാണ് ഗ്രീക്ക് സങ്കല്പം, അല്ലേ? അതുകൊണ്ടാണ് ഇപ്പോൾ അടിമയെ സിറ്റിസണായിട്ട് കാണാത്തതിൻ്റെ കാര്യം അതാണ്. കാരണം അടിമ എന്താ ചെയ്യുന്നത്? അടിമ ചെയ്യുന്നത് ലേബറാണ്. അത് മൃഗങ്ങൾ ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് മനുഷ്യൻ്റെ സ്റ്റാറ്റസ് ഇല്ല എന്നാണ്. സ്ത്രീകൾ സിറ്റിസൺ അല്ലാത്തതിൻ്റെ കാര്യം എന്താ? സ്ത്രീകൾ ചെയ്യുന്നത് റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞ ഗ്രീക്ക് സങ്കല്പമാണത്. റിപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഗാർഹിക ജോലിയും ഗാർഹിക വൃത്തിയൊക്കെയാണ്. അപ്പോൾ അത് മൃഗങ്ങൾ ചെയ്യുന്ന പണി തന്നെ ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങളെ മനുഷ്യനെ മൃഗസമാനമായ ഒന്നാക്കി മാറ്റുക, ഓക്കെ, അല്ലെങ്കിൽ ആനിമൽ ആയിട്ടുള്ള ഒരു ടെമ്പറാലിറ്റി ഉള്ള ഒന്നായിട്ടാണ് ലേബറിനെ കാണുന്നത്, എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കാണുന്നത്, ശാരീരികമായ പ്രവൃത്തികളെ കാണുന്നത്. അപ്പം സിറ്റിസണാവണമെങ്കിൽ, മനുഷ്യരാവണമെങ്കിൽ, പൂർണ്ണ പദവിയുള്ള മനുഷ്യരാവണമെങ്കിൽ നിങ്ങൾ പ്രൊട്ടക്ഷൻ്റെ പുറത്ത് കിടന്ന് നിങ്ങൾക്ക് ഫ്രീ സ്പീച്ച്, ഓക്കെ, പൊളിറ്റിക്കലായിട്ടുള്ള ആക്ഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ്
ഓക്കെ, അരിസ്റ്റോട്ടലിൻ്റെ ഈ പോളിസിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്ഷൻ്റെ ഇതിൽ നിന്ന് പുറത്തെടുക്കുകയാണല്ലോ. അപ്പം ഇതിനോടുള്ള ഒരു റെസ്പോൺസാണ് മാർക്സ് സത്യത്തിൽ ഈ പറഞ്ഞ എക്കണോമിക് ആൻഡ് ഫിലോസഫി മനസ്സിൽ ലേബർ എന്ന് പറയുന്നത് ഓക്കെ ആനിമാലിറ്റി അല്ല അതിലുള്ളത്, അത് ഹ്യൂമൻ ആയിട്ടുള്ളൊരു ഒന്നുണ്ട്. അതായത് അത് മനുഷ്യരെ മൃഗസമാനമാക്കുന്ന ഒന്നല്ല, മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു വളരെ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള ഫ്രീഡത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ് അധ്വാനം എന്നുള്ള വാദം. നെസസിറ്റിയുടെ എക്സ്പ്രഷൻ അല്ല അത്, നേരെ മറിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ഫ്രീഡത്തിൻ്റെ ആർട്ടിക്കുലേഷനാണ്, അതിൻ്റെ എക്സ്പ്രഷനാണ് മേക്കിംഗ്, ഹ്യൂമൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇതാണ് മാർക്സ് അവിടെ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്നൊരു ആശയം. ഓക്കെ, ഇനി ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ തൽക്കാലം നിർത്താൻ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാൻ നിൽക്കുന്നു. ഇനി ഇതൊക്കെയാണ് മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം എന്ന് പറയുന്നത്, മേക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ആക്ടിവിറ്റി ആയിട്ട് കാണുക എന്നുള്ളതാണ് ഈ പറഞ്ഞ 6 പേജിലുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം. പക്ഷേ ക്യാപിറ്റലിസത്തിൽ എന്താ സംഭവിക്കുന്നത് എന്നാണ് അടുത്ത പോയിന്റ്. അല്ലെങ്കിൽ എസ്ട്രേഞ്ച്ഡ് ലേബർ എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രവും അസംബന്ധകരവും ക്രൂരവും ഒക്കെ ആയിട്ടുള്ള ഒരു സംഗതി ചരിത്രത്തിൽ വരികയാണ്. ഓക്കെ, അന്യവൽക്കരിക്കപ്പെടുക, നിങ്ങളുടെ അധ്വാനം എന്ന് പറയുന്നത് അന്യവൽക്കരിക്കപ്പെടുക, അകറ്റപ്പെടുക, ഏലിയനായി മാറുക. ക്യാപിറ്റൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഡീപ്ലി അബ്സേർഡ് അൺഎത്തിക്കൽ ആയിട്ടുള്ളൊരു സിസ്റ്റമാണെന്നാണ് മാർക്സ് വാദിക്കാൻ ശ്രമിക്കുന്ന കാര്യം. അത് അതിൻ്റെ ഉള്ളിലുള്ള ചില കോൺട്രഡിക്ഷൻസിൻ്റെ കാര്യമല്ല, അത് ആൻറ്റി ഹ്യൂമൻ ആണ്, മനുഷ്യർക്കെതിരാണ് ഈ സിസ്റ്റം എന്നുള്ളതാണ്. കാരണം മനുഷ്യരുടെ ജീവവർഗ സ്വഭാവത്തെ നിഷേധിക്കുന്ന ഒന്നാണ് ക്യാപിറ്റൽ. അതിൻ്റെ യുക്തി തന്നെ മനുഷ്യവിരുദ്ധമായ ഒന്നാണ് എന്നാണ് മാർക്സ് ഇതിൽ വാദിക്കാൻ ശ്രമിക്കുന്നൊരു കാര്യം. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഉണ്ട്. ഞാനതിൽ ചില കാര്യങ്ങൾ മാത്രം പറയാം. ഒന്ന്, നിങ്ങളുണ്ടാക്കുന്ന വസ്തു നിങ്ങളിൽ നിന്ന് അകറ്റപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഏലിയനേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതാണ്. ഞാനൊരു വസ്തു ഉണ്ടാക്കുന്നു, ആ വസ്തു എൻ്റെ അല്ലാതായി മാറുന്നു. ഞാനൊരു വസ്തു ഉണ്ടാക്കുന്നു, അത് മാർക്കറ്റിലാണ് പോകുന്നത്. ഓക്കെ, അതിൻ്റെ മൂവ്മെൻറ്റിനെ നിർണ്ണയിക്കുന്നത് മാർക്കറ്റിൻ്റെ നിയമങ്ങളാണ്. മാർക്കറ്റ് എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ മുകളിൽ എനിക്കൊരു നിയന്ത്രണമില്ല. ഓക്കെ, ഞാനൊരു കലം ഉണ്ടാക്കുകയും ആ കലം ഒരു കമോഡിറ്റി ആയിട്ട് മാറുകയും ചെയ്യും. കമോഡിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ അല്ലേ? കമോഡിറ്റി എന്നുള്ള വാക്ക് ഇതിലധികം ഉപയോഗിക്കുന്നില്ല. പിന്നീടാണ് മാർക്സ് കമോഡിറ്റി എന്നുള്ള ഒരു ക്യാപിറ്റലിലാണ്, അത് ദസ് ക്യാപിറ്റലിലാണ് കുറച്ചുകൂടി ആ കമോഡിറ്റി എന്നുള്ള വാക്കിലേക്ക് വരുന്നത്. ഇതിൽ വസ്തുവൽക്കരണം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ലേബർ. അതായത് ഞാൻ ഉണ്ടാക്കുന്ന വസ്തു ഒബ്ജക്റ്റിഫൈ ചെയ്യപ്പെടും. ഒബ്ജക്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ പുറത്തായിട്ട് അല്ലെ, എനിക്ക് പുറത്ത് ഉണ്ടാക്കിയ ആള് ആ സബ്ജക്റ്റിന് പുറത്ത് ഒരു വസ്തുവിൻ്റെ രൂപം ഉണ്ടാവുകയാണ്. വസ്തുവിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ വെറും മെറ്റീരിയൽ ആയിട്ടുള്ള വസ്തുവല്ല. ഓക്കെ, അതിൻ്റെ മുകളിൽ എനിക്ക് യാതൊരു നിയന്ത്രണമില്ല. അത് ഇറ്റ് ഇസ് ഏലിയനേറ്റഡ് ഫ്രം ദ പ്രൊഡ്യൂസർ. ഉണ്ടാക്കിയ ആളിൽ നിന്ന് അത് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നു. പിന്നെ എനിക്ക് തന്നെ അത് വാങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം അല്ലേ? ഇപ്പം ഞാൻ ഉണ്ടാക്കിയൊരു വസ്തു എനിക്ക് മാർക്കറ്റിൽ ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് പൈസ കൊടുക്കണം. അപ്പോൾ പൈസ എന്ന് പറയുന്ന സാധനം വരെയാണ്. വളരെ എന്താ പറയുക, പിന്നെ മനുഷ്യരുടെ ചരിത്രത്തിലെ ഏറ്റവും അബ്സേർഡ് ആയിട്ടുള്ളൊരു സാധനമാണ് പൈസ എന്നാണ് മാർക്സ് പറയുക. എന്ന് പറഞ്ഞാൽ ആ ഒരു അസംബന്ധമാണ്. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന വസ്തു എനിക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈ പൈസ എന്താണ്? ഓക്കെ, അതാണ് പിന്നീടുള്ള മാർക്സിൻ്റെ പ്രധാനപ്പെട്ട വിശകലനം. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ പ്രൊഡക്റ്റ് എന്നിൽ നിന്ന്, പ്രൊഡ്യൂസറിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെടുമ്പോൾ വേറൊരു വസ്തു അന്യവൽക്കരിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, എൻ്റെ ജീവവർഗ സ്വഭാവം തന്നെ എന്നിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? എൻ്റെ ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ ജീവവർഗ സ്വഭാവമാണ് അല്ലേ? മനുഷ്യരുടെ ജീവവർഗ സ്വഭാവമാണ് അയാളുടെ മേക്കിംഗ് എന്ന് പറയുന്ന ജോലി. അതൊരു വസ്തുവിൻ്റെ രൂപത്തിൽ അയാളിൽ നിന്ന് തട്ടിപ്പറിക്കപ്പെടുകയാണ്. മാർക്സ് ഉപയോഗിക്കുന്ന ടിയറിങ് അവേ എന്നാണ്, കീറിയെടുക്കാനാണ്.
ഓക്കെ, അത് വാചകം ഞാൻ വായിക്കാം. ഇൻ ടിയറിങ് അവേ ഫ്രം മാൻ ദ ഒബ്ജക്റ്റ് ഓഫ് ഹിസ് പ്രൊട്ടക്ഷൻ, എസ്ട്രേഞ്ച് ലേബർ ടിയേഴ്സ് ഫ്രം ഹിം ഹിസ് സ്പീഷീസ് ലൈഫ്. വളരെ ക്ലിയർ ആയിട്ടാണ് പറയുന്നത്, അതിൽ യാതൊരു ഇതുമില്ല. അതായത് നിങ്ങളുണ്ടാക്കുന്ന വസ്തു നിങ്ങളിൽ നിന്ന് കീറിയെടുക്കുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്പീഷീസ് ബീയിങ് നിങ്ങളിൽ നിന്ന് കീറിയെടുക്കപ്പെടുകയാണ്, വലിച്ച് പറിച്ചെടുക്കപ്പെടുകയാണ്. ഓക്കെ, നമ്മുടെ പിന്നെ MP പോൾ പറഞ്ഞ മാതിരി വക്കിൽ ചോര പുരണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ കീറിയെടുക്കലാണത്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ സ്പീഷീസ് ബീയിങ്ങിനെ നിങ്ങളിൽ നിന്ന് വലിച്ച് പറിച്ചെടുക്കുക എന്നുള്ളതാണ് ക്യാപിറ്റൽ ചെയ്യുന്നൊരു മനുഷ്യവിരുദ്ധമായ അണത്തിക്കലായിട്ടുള്ളൊരു സംഗതി. നമ്മുടെ തന്നെ ജീവവർഗ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഏലിയനേഷൻ, ഇതാണ് ഏലിയനേഷൻ എന്ന് പറയുന്ന മാർക്സ് പറയുന്ന, ഓക്കെ, എസ്ട്രേഞ്ച്മെൻ്റ് അല്ലെങ്കിൽ ഏലിയനേഷൻ എന്ന് മാർക്സ് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റലിസം ഈസ് ബേസിക്കലി എ സിസ്റ്റം ഓഫ് ഏലിയനേഷൻ. ഓക്കെ, അന്യവൽക്കരണമാണ് ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്ന സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം അന്യവൽക്കരണമാണ്. മാർക്സ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നൊരു പോയിന്റ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഓക്കെ, അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് വരാം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് തന്നെ ഏലിയനേറ്റഡ് ലേബർ ഉണ്ടാവുന്നതുകൊണ്ടാണ് എന്നാണ് മാർക്സ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീസിസ്. അവസാനം അപ്പം ഇതിൽ ഈ ഏലിയനേഷനിലൂടെ എന്താ സംഭവിക്കുന്നത്? ഒരു വസ്തു അത് ഉണ്ടാക്കിയ ആളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു, പറിച്ചെടുക്കപ്പെടുന്നു, ഓക്കെ, മുറിച്ചു മാറ്റപ്പെടുന്നു. അതതിൻ്റെ ഒരു വശം മാത്രമാണ്. അതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അയാളുടെ സ്പീഷീസ് ലൈഫ് തന്നെ അതിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നു. അയാളുടെ ജീവവർഗ സ്വഭാവത്തിൽ നിന്ന് തന്നെ മനുഷ്യൻ പുറത്താക്കപ്പെടുന്നു. അല്ലെങ്കിൽ അതാണ് രണ്ടാമത്. ഒന്നും കൂടി വിശകലനം ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ജൂയിഷ് ക്വസ്റ്റ്യനിലൊക്കെ വീണ്ടും വിശകലനം ചെയ്യുന്നുണ്ട് ഈ അതിൻ്റെ പല തലങ്ങൾ. അതിൻ്റെ മറ്റൊരു തലം എന്ന് പറയുന്നത് നേച്ചർ എന്നിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, നേച്ചറിനെ മാർക്സ് ഇതിൽ വിളിക്കുന്നത് ഇനോർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ബീയിങ് എന്നാണ്. മനുഷ്യരുടെ അജൈവ ശരീരമാണ് പ്രകൃതി എന്നുള്ളതാണ്. അത് സാധാരണ പലരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാർക്സിനോടുള്ള പ്രകൃതിയോടുള്ള സ്നേഹവും പ്രകൃതി ചിന്തയുമായിട്ടൊന്നല്ല അത് മാർക്സ് ഉപയോഗിക്കുന്നത്. മാർക്സ് പറയുന്നത് മനുഷ്യരുടെ ചുറ്റുമുള്ള വസ്തുക്കൾ, പ്രകൃതിയാൽ ഉള്ള വസ്തുക്കളുടെ മുകളിൽ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. ഓക്കെ, ലേബർ എന്ന് പറയുന്നത് ഹ്യൂമനൈസേഷൻ ഓഫ് നേച്ചർ ആൻഡ് ദ നാച്ചുറലൈസേഷൻ ഓഫ് ദ ഹ്യൂമൻ എന്നാണ് മാർക്സിൻ്റെ വളരെ പ്രസിദ്ധമായ മറ്റൊരു പ്രയോഗം. ഇതിലില്ലാതെ പ്രകൃതിയെ ഹ്യൂമനൈസ് ചെയ്യുകയും ഹ്യൂമനെ നാച്ചുറലൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ലേബർ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഞാനൊരു മരത്തിൽ നിന്നൊരു ശില്പം ഉണ്ടാക്കുമ്പോൾ മരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്, അല്ലേ? നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ് മരം. അതിൽ നിന്ന് ശില്പം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിനൊരു ഹ്യൂമനൈസ് ചെയ്യാണ്, അതിനൊരു ഹ്യൂമൻ ഡയമെൻഷൻ കൊടുക്കുകയാണ്, അല്ലേ? അതിന് മനുഷ്യമുഖം കൊടുക്കുകയാണ് പ്രകൃതിക്ക്. അതിലൂടെ മറ്റൊന്നുണ്ടാവുന്ന എന്താണ്? എൻ്റെ പവർ മെറ്റീരിയലായിട്ട് മാറുകയാണ്, അല്ലേ? നാച്ചുറലൈസ് ചെയ്യപ്പെടുകയാണ്. ഓക്കെ, ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്ന് ഹ്യൂമനൈസ് ചെയ്യപ്പെടുകയും ഒരു ഹ്യൂമൻ നാച്ചുറലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ലേബർ എന്നാണ് മാർക്സിന്. അപ്പം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറഞ്ഞാൽ ആ ജീവവർഗ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്, അതിൻ്റെ ഒരു ഡയമെൻഷനാണ്. ഓക്കെ, നിങ്ങളുടെ തന്നെ ഒരു ശരീരത്തിൻ്റെ ഭാഗമാണത്. ഓക്കെ, അജൈവ ശരീരം എന്നാണ് മാർക്സ് ഉപയോഗിക്കുന്നത്. ഇനോർഗാനിക് ആയിട്ടുള്ള ബോഡി ആണ് ഈ വസ്തു. അപ്പം ഒരു വസ്തു എന്നിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുമ്പോൾ എൻ്റെ ജീവവർഗ സ്വഭാവം എന്നിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. ജീവവർഗ സ്വഭാവം അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്നിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ്. എൻ്റെ ശരീരം എന്നിൽ നിന്ന് തന്നെ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ്. പ്രകൃതിയെ പിന്നെ എനിക്ക് ഒബ്ജക്റ്റായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ മൂന്നാമത്തൊരു വശമാണ്. അതായത് ഒന്ന്, ഒബ്ജക്റ്റ്, ഒരു വസ്തു ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. രണ്ട്, ജീവവർഗ സ്വഭാവം, സ്പീഷീസ് ലൈഫ് മനുഷ്യരിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്നു. മൂന്ന്, നേച്ചർ, ഇനോർഗാനിക് ബോഡി ഓഫ് ഹ്യൂമൻ ഈസ് ഗെറ്റിംഗ് ഏലിയനേറ്റഡ്, അത് ഏലിയനേറ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊന്ന്, ആളുകൾ തമ്മിൽ അന്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ്.
അതിൻ്റെ നാലാമത്തെ ഒരു ആസ്പെക്റ്റായിട്ട് വേണം. ഓക്കെ, മാൻ ഇസ് ബീയിങ് ഏലിയനേറ്റഡ് ഫ്രം അനദർ ഹ്യൂമൻ ബീയിങ്. ഓക്കെ, ആ നാലാമത്തെ ആസ്പെക്ട് ഇതിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. അത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല ഈ നാലാമത്തെ ഒരു പോയിന്റ്. നമുക്കത് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. പിന്നെ അതിൽ പറയുന്നത് ഇത് എന്തുകൊണ്ടാണ്, അപ്പോൾ ഈ ഏലിയനേഷനിൽ സംഭവിക്കുന്നത് മനുഷ്യരുടെ ഒഥൻറ്റിക് ആയിട്ടുള്ള ബീയിങ് ഇല്ലാതാവുന്നു. ഓക്കെ, ഒഥൻറ്റിക് അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവവർഗ സ്വഭാവം നഷ്ടപ്പെടുന്നു. അപ്പം നഷ്ടപ്പെടുന്ന ആ ഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് മാർക്സ് ഇതിൽ പറയുന്നത് ഒരു അബ്സേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അത് അസംബന്ധകരമായിട്ടുള്ള സിറ്റുവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ ഫ്രീഡത്തെ പറ്റി പറഞ്ഞു അല്ലേ, ലേബർ ഒരു ഫ്രീ ആക്റ്റാണെന്ന് പറഞ്ഞു. മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രീഡത്തിൻ്റെ എക്സ്പ്രഷനാണ് എന്ന് പറഞ്ഞു. ഓക്കെ, മനുഷ്യരൊരു ഫ്രീ ബീയിങ് ആണ് എന്നൊക്കെ പറഞ്ഞു. അവിടെ ഫ്രീ ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള നിങ്ങളുടെ ലൈഫ് ആക്ടിവിറ്റിയിൽ നിന്ന് റിഫ്ലെക്സിവിറ്റി ഉണ്ട്, നിങ്ങൾക്ക് അതിനെ നോക്കാൻ പറ്റുന്നുണ്ട്. ഫ്രീഡം ഫ്രം ആണ് അവിടെ, ഫ്രീഡം ഫ്രം ആണ്. ഏലിയനേറ്റഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഏലിയനേഷനിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ മനുഷ്യരുടെ ഫ്രീഡം ഉണ്ട്. ഓക്കെ, എന്താ ഫ്രീഡം? ഫ്രീഡം ഫ്രം എന്നുള്ളതല്ല, ഫ്രീഡം ടു. എന്തിനുള്ള ഫ്രീഡമാണ്? ഫ്രീഡം ടു സെൽ യുവർ ബോഡി ടു ഹൂമെവർ യു ചൂസ്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ ശരീരത്തെ വിൽക്കാനുള്ള നിങ്ങളുടെ അവകാശം അവിടെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ഇതിനെയാണല്ലോ നമ്മൾ ഇമാൻസിപ്പേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫ്യൂഡലായിട്ടുള്ള മറ്റൊരു സ്ലേവറിയിൽ നിന്ന് ക്യാപിറ്റലിസത്തിലേക്ക് വരുന്നതോടുകൂടി ഇമാൻസിപ്പേറ്റഡ് ആയിട്ടുള്ള ബീയിങ് ആണ് മനുഷ്യർ. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വസ്തുവല്ലാതായി മാറുക എന്നാണ്. മാൻസിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്നാണ് അർത്ഥം. ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി അല്ലാതായി മാറുക മനുഷ്യർ. അതായത് ഞാൻ വേറൊരാളുടെ പ്രോപ്പർട്ടി ആയിട്ട് ഉള്ളതിനെയാണ് നമ്മൾ സ്ലേവറി എന്ന് പറയുന്നത് അല്ലേ. എൻ്റെ ശരീരം വേറൊരാളുടെ പ്രോപ്പർട്ടിയാണ്, അയാൾക്ക് എൻ്റെ ശരീരത്തെ വിൽക്കാം. ഓക്കെ, ഇതിനെയാണ് മാൻസിയ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമാൻസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അടിമകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആണ് അതിന് പറയുക അല്ലേ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടി, അതൊരു പ്രോപ്പർട്ടി അല്ലാതായി അതിന് റൈറ്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും വിൽക്കാൻ പറ്റില്ല, എന്നെ എനിക്ക് വിൽക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. മാർക്സ് പറയുക അവിടെ എന്താ സംഭവിക്കുന്നത്. ഓക്കെ, എന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല, ഒരു മാസ്റ്റർക്ക് വിൽക്കാൻ പറ്റില്ല, എന്നെ വിൽക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇമാൻസിപ്പേറ്റഡ് ആയിട്ടുള്ള വർക്കർ എന്താ ചെയ്യുന്നത്, അയാളുടെ ശരീരം വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവിടെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ജീവവർഗ സ്വഭാവം എന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം മാറിയിട്ട് നിങ്ങൾക്ക് ശരീരം വിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ് കിട്ടുന്നത്. ഓക്കെ, ശരീരം വിൽക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ, എനിക്കിഷ്ടമുള്ളവർക്ക് എൻ്റെ ശരീരം വിൽക്കാൻ പറ്റും. എൻ്റെ അധ്വാന ശേഷിയെ എനിക്ക് എൻ്റെ ഇഷ്ടമുള്ളവർക്ക് വിലപേശി വിൽക്കാൻ പറ്റും അല്ലേ. വിലപേശിയിട്ട് എനിക്ക് ഇത്ര കൂലി പോരാ, ഇത്ര കൂടി വന്നാൽ ഞാൻ എൻ്റെ ശരീരം തരാനാണ്. മാർക്സ് പിന്നെ ക്യാപിറ്റലിലെ മറ്റൊരു ഘട്ടത്തിൽ പറയുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ്. ഓക്കെ, ശരീരം വിറ്റ് ജീവിക്കുന്ന ആളെയാണ് നിങ്ങൾ സ്വതന്ത്രരായിട്ടുള്ള പിന്നെ മനുഷ്യരായിട്ട് കാണുന്നത് നിങ്ങൾ. റൈറ്റ്, ഏലിയനേഷൻ്റെ മറ്റൊരു സാധനം. അപ്പോൾ ഏലിയനേഷനിലൂടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീഡം, ജീവവർഗ സ്വഭാവമായ ഫ്രീഡം എന്ന് പറയുന്നത് പാരഡോക്സിക്കലി ഓക്കെ സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡം ആയിട്ട് മാറുകയാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾക്ക് ഓക്കെ എൻ്റെ ശരീരം വിൽക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ലിബറലാണ് സൊസൈറ്റി, എനിക്ക് ലിബർട്ടി ഉണ്ട്, ഫ്രീഡം ടു ഉണ്ട്. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം പക്ഷേ എനിക്ക് ശരീരം വിൽക്കാതെ ജീവിക്കാനും പറ്റില്ല. കാരണം എനിക്ക് ജോലി എടുത്താലേ ജീവിക്കാൻ പറ്റൂ അല്ലേ, പണിയെടുത്താലേ ജീവിക്കാൻ പറ്റൂ. പണിയെടുക്കാതിരിക്കാൻ പറ്റില്ല, കാരണം ജീവിക്കണമെങ്കിൽ എനിക്ക് പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. ജോലി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഫ്രീഡം ഉള്ളത്. അപ്പോൾ സത്യത്തിൻ്റെ ഫ്രീഡം എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഓഫ് അൺഫ്രീഡമാണ്. ഓക്കെ, ഒരു അസ്വാതന്ത്ര്യത്തെയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക രീതിയിൽ നിർവഹിച്ച ഒരു അസ്വാതന്ത്ര്യത്തെ നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുകയാണ് അല്ലേ.
അപ്പം ഇത് ഇങ്ങനത്തെ ഒരു വളരെ പാരഡോക്സിക്കലായിട്ടുള്ള വളരെ അസംബന്ധകരമായിട്ടുള്ള ഒരു 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 സാമൂഹ്യ അവസ്ഥയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്, സിസ്റ്റം ഓഫ് അലിയനേഷൻ എന്ന് വിളിക്കുന്നത്. മാർക്സ് പിന്നീട് പറയുന്ന ഒരു കാര്യം, ഇതിൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഈ എലിനേഷനിൽ ഒരു ചരിത്രത്തിൻ്റെ മുഴുവൻ ഒരു റിഡിൽ അതിലടങ്ങിയിട്ടുണ്ട്, ഒരു വൈരുദ്ധ്യം അതിലടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ വൈരുദ്ധ്യം? ആ വൈരുദ്ധ്യത്തിൽ വളരെ നല്ല പോയറ്റിക് ആയിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള വാക്കുകളാണ് മാർക്സ് ഈ എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സിൽ പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഇറ്റ് പ്രൊഡ്യൂസസ് പാലസസ് ബട്ട് ഫോർ ദ വർക്കർ hovels എന്നാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് ബ്യൂട്ടി ബട്ട് ഫോർ ദ വർക്കർ ഡിഫോമിറ്റി. ഇറ്റ് പ്രൊഡ്യൂസസ് ഇൻ്റലിജൻസ് ബട്ട് ഫോർ ദ വർക്കർ സ്റ്റുപ്പിഡിറ്റി എന്നാണ്. അതായത് ഈ ഏലിയനേറ്റഡ് ആയിട്ടുള്ള അധ്വാനം കൊട്ടാരങ്ങൾ പണിയുന്നുണ്ട്, സമൃദ്ധിയും കൊട്ടാരങ്ങളും കോട്ടകൊത്തളങ്ങളും ഒക്കെ പണിയുന്നുണ്ട്. പക്ഷേ പണിയുന്ന മനുഷ്യർക്ക് കുടിൽ മാത്രമേ അത് കൊടുക്കുന്നുള്ളൂ. ലോകത്തുള്ള മുഴുവൻ സൗന്ദര്യവും സൃഷ്ടിച്ചത് ഏലിയനേറ്റഡ് ലേബറാണ്. പക്ഷേ വർക്കർക്ക് വൈരൂപ്യം മാത്രമേ ഉള്ളൂ. ഇൻ്റലിജൻസ് മുഴുവൻ ഉണ്ടാക്കുന്നത് ഏലിയനേറ്റഡ് ലേബറാണ്. പക്ഷേ ഉണ്ടാക്കുന്ന ആൾക്ക് സ്റ്റുപ്പിഡിറ്റിയാണ് പറയുന്നത്. അത് ഭയങ്കര മനോഹരമായ വാചകം. മനുഷ്യരെ സ്റ്റുപ്പിഡാക്കുകയും ബുദ്ധി ഉണ്ടാക്കുകയും ചെയ്യുന്നു, സൗന്ദര്യം മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഉണ്ടാക്കുന്ന മനുഷ്യരെ വൈരൂപ്യത്തിൻ്റെ തടവറയിലാക്കുന്നു. കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു, ഉണ്ടാക്കുന്ന ആൾക്ക് കുടിൽ മാത്രം കിട്ടുന്നു. ഇതാണ് റിഡിൽ ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ചരിത്രത്തിൻ്റെ റിഡിലാണിത്. ഈ റിഡിൽ പരിഹരിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് മാർക്സ് കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നത്. സോ കമ്മ്യൂണിസം ഈസ് എ സിസ്റ്റം വേർ ദ റിഡിൽ ഓഫ് ഹിസ്റ്ററി ഈസ് ആബ്സല്യൂട്ട്ലി റിസോൾവ്ഡ് എന്നാണ് മാർക്സിൻ്റെ വാദം. അത്രത്തോളം വിരൂപരാവാണ് മനുഷ്യരെന്ന്. എത്ര സൗന്ദര്യം നിങ്ങൾ ഉണ്ടാക്കുന്നു അത്രത്തോളം വിരൂപരായിട്ട് നിങ്ങൾ മാറുന്നു. എത്രത്തോളം ബുദ്ധി നിങ്ങൾ ഉണ്ടാക്കുന്നു അത്രത്തോളം മന്ദബുദ്ധികളായിട്ട് നമ്മൾ മാറുന്നു. എത്രത്തോളം വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു അത്രത്തോളം ചെറിയ കുടിലുകളിൽ നമ്മൾ ജീവിക്കേണ്ടി വരുന്നു. ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൻ്റെ ഒരു വൈരുദ്ധ്യമാണ്. ഇതിൻ്റെ പരിഹാരത്തെയാണ് മാർക്സ് കമ്മ്യൂണിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാർക്സ് അതിൽ പറയുന്നൊരു പോയിന്റാണ്, ഈ പോയിന്റ് അതിൽ പറയുന്നുണ്ട്. അതെ, അതിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ഒരു ഇതും കൂടി ഞാൻ വേണേൽ പറഞ്ഞിട്ട് നിർത്താം. ദ വർക്കർ ഓൺലി ഫീൽസ് ഹിംസെൽഫ് ഔട്ട്സൈഡ് ഹിസ് വർക്ക് ആൻഡ് ഇൻ ഹിസ് വർക്ക് he feels outside himself. He feels at home when he is not working, and when he is working he does not feel at home. ഭയങ്കര വൈരുദ്ധ്യമാണ്. മനുഷ്യരുടെ ജീവവർഗ സ്വഭാവമാണ് പണിയെടുക്കുക എന്നുള്ളത്. പക്ഷെ പണിയെടുക്കുന്നത് എനിക്ക് ഒട്ടും ആനന്ദകരമായി മാറുന്നില്ല. പണിയെടുക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നു, വിരസത ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് ഇതെന്നാണ് മാർക്സിന്റെ ചോദ്യം. നിങ്ങളുടെ ജീവവർഗ സ്വഭാവം നിങ്ങൾക്ക് ബോറടിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറ്റ് ഹോം ഫീലിംഗ് ഇല്ല. നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയും പണി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് നിങ്ങൾ അറ്റ് ഹോം ഫീലിംഗ് ഉണ്ടാകുന്നത്. പണി കഴിഞ്ഞ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴാണ് നിങ്ങൾക്ക് വിശ്രമം ഉണ്ടാകുന്നത്. സത്യത്തിൽ ശ്രമമാണ് നിങ്ങളുടെ വിശ്രമം ആവേണ്ടത്. കാരണം വർക്ക് എൻജോയ് ചെയ്യാൻ മനുഷ്യർക്ക് പറ്റുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് അതാണ് മാർക്സിന്റെ ഇതൊരു വലിയൊരു വൈരുദ്ധ്യമായിട്ട്, മനുഷ്യ ചരിത്രത്തിന്റെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യമായിട്ടാണ് മാർക്സ് അവതരിപ്പിക്കുന്നത്. അവസാനം പറയുന്ന ഒരു കാര്യം, അപ്പം ഈ സിസ്റ്റം മാറ്റാനുള്ള ഏജൻസി ആർക്കാണുള്ളത്? വർക്കർക്കാണുള്ളതെന്നാണ്. തൊഴിലാളിക്കാണ് ഈ സിസ്റ്റം മാറ്റാനുള്ള ഏജൻസി, കർത്തൃത്വമുള്ളത്. അപ്പോൾ വർക്കർ എന്ന് പറയുന്നത് തൊഴിലാളി മുതലാളി തമ്മിലുള്ള ബന്ധം മാറ്റുക എന്നുള്ളതല്ല. ദ ഹോൾ ഹിസ്റ്ററിയുടെ റിഡിൽ മാറ്റാൻ വേണമെങ്കിൽ നിയുക്തരായ ആ ഏജൻസിയാണ് വർക്കർക്ക് മാർക്സ് കൊടുക്കുന്നത്. അപ്പോൾ അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള സമരമായിട്ടല്ല മാർക്സ് ഇതിനൊന്നും കാണുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ ഒരു വലിയ വൈരുദ്ധ്യത്തെ പരിഹരിച്ച് ഇമാൻസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഏജൻസി, ഇമാൻസിപ്പേറ്ററി ആയിട്ടുള്ള ഏജൻസിയുള്ള ഒന്നായിട്ടാണ് വർക്കർ എന്ന് പറയുന്നതിനെ മാർക്സ് കാണുന്നത്. ഇത്രയാണ് ഈ ഒരു പോയിന്റിൽ. ഇതിൽ പിന്നെ പൊളിറ്റിക്കൽ എക്കോണമിയെ പറ്റിയുള്ള പൊളിറ്റിക്കൽ എക്കോണമിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ.